ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ധനവരവിനെ കുറിച്ച് ചിന്തിക്കുന്നത് ജ്യോതിഷ സംബന്ധമായി രണ്ടാം ഭാവം കൊണ്ടാണ്. രണ്ടാം ഭാവത്തിന്റെ അധിപൻ, രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ, രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഇവരെ കൊണ്ടാണ് ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അവരെ കൊണ്ട് മാത്രമാണോ? അല്ല. വ്യാഴം ധനത്തിന്റെ കാരകനാണ്. ആ വ്യാഴത്തെ കൊണ്ടും ധനത്തെ ചിന്തിക്കാം. ആ വ്യാഴത്തിന്റെ ബലം, ആ വ്യാഴം എവിടെ നിൽക്കുന്നു, അതിന്റെ ബലങ്ങൾ, ഇതൊക്കെ കൂടി ആണ് ധനത്തെ ചിന്തിക്കുന്നത്. എന്നാൽ രണ്ടാം ഭാവത്തെ കൊണ്ടും വ്യാഴത്തിനെ കൊണ്ടും മാത്രമാണോ ധനത്തെ ചിന്തിക്കുന്നത്? അല്ല. ധനപരമായി ലാഭമുണ്ടാവണം, ധനവരവുണ്ടാവണം. ആ ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 11ാം ഭാവം കൊണ്ടാണ്. അവിടെയും 11ാം ഭാവം, 11ാം ഭാവാധിപൻ, 11ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ തുടങ്ങി പല കാര്യങ്ങളെ കൊണ്ടാണ്. അതേപോലെ ഭാഗ്യം കൂടി വേണം. ആ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് 9ാം ഭാവം കൊണ്ടാണ്. ഇങ്ങനെ ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ മന്ത്രവിദ്യാപീഠത്തിൽ ജ്യോതിഷത്തിന്റെ ക്ലാസ്സുകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുടെ 9388900653 എന്ന നമ്പറിൽ വിളിച്ചാൽ അറിയാവുന്നതാണ്.